വിഭൂതി തിരുനാൾ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്ന് ഓർപ്പിക്കുന്ന വിഭൂതി തിരുനാളും തുടർന്ന് 9 നോമ്പും ഇന്ന് ആരംഭിക്കുന്നു. അതിനാൽ ഇത് അനുതാപത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മെ ഒരുക്കുന്നു. ഒരു ഒതുങ്ങിയിരിക്കലിന്റെ ദിനങ്ങളാണിത്. പ്രകൃതിയിൽ പോലും ഇത് നാം കാണുന്നു. സമൃദ്ധിയുടെ കാലം കഴിഞ്ഞ് വേനൽ വരുമ്പോൾ പ്രകൃതിയുടെ ഒരു ഇരിക്കെയാണ് നാം കാണുക. വൃക്ഷങ്ങളിൽ ഫലം ചൂടിയതിനു ശേഷം ഫലം ചൂടാത്ത ഒരു കാലം വരും. പക്ഷികൾ മുട്ടയിട്ട് പുതുതലമുറയ്ക്ക് വേണ്ടി അടയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം അടയിരിക്കലിന്റെ, തപസ്സിന്റെ, നവീകരണത്തിന്റെ ഒരു കാലം ആവശ്യമാണ്. ഇത് ഉപവസിക്കലിന്റെ കാലമാണ്. കൂടെ വസിക്കുക എന്ന അർത്ഥമാണല്ലോ ഉപവാസം. ദൈവത്തിന് കൂടെയായിരിക്കാൻ ആർഭാടങ്ങൾ, ആഘോഷങ്ങൾ, ആഗ്രഹങ്ങൾ, ദുർമോഹങ്ങൾ ഒക്കെ മാറ്റിവെക്കേണ്ട കാലം. കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചിരിക്കേണ്ട കാലം. പ്രാർത്ഥനയും വചനപാരായണവും ഭക്ഷണവും ഒക്കെ ഒരുമിച്ചിരുന്ന് അടുത്തിരുന്ന് നടത്തേണ്ട കാലം. ഇത് അനുരഞ്ജനത്തിന് കാലമാണ്. എന്നോട്, സഹോദരങ്ങളോട്, പ്രകൃതിയോടൊക്കെ അനുരഞ്ജനപ്പെടുമ്പോഴാണ് നാം ദൈവത്തോട് അനുരഞ്ജിതരാവുക. ഇത് ആശയടക്കത്തിന് കാലമാണ്. ആശകളാണ് സകല തിന്മകളുടെയും ദുശ്ശീലങ്ങളുടെയും മാതാവ്. സാത്താന്റെ പ്രലോഭനത്തെ ഉന്മൂലനം ചെയ്ത് വിശുദ്ധിയുടെ പാതയിലേക്ക് തിരികെ വരേണ്ട കാലമാണിത്. നമ്മെ മുഴുവനായി ദൈവത്തിന് അർപ്പിക്കുന്ന തപസ്സിന്റെ കാലമാണ്. ജഡിക മോഹങ്ങളെ നിയന്ത്രിക്കാൻ മാംസം, മുട്ട, പാൽ, മദ്യം, പുകയില തുടങ്ങിയ ഭക്ഷണപാനീയങ്ങളെ ഉപേക്ഷിക്കുന്ന കാലം. ഇങ്ങനെ 50 ദിവസം പ്രത്യേകം അനുഷ്ഠിക്കുന്ന പ്രായശ്ചിത്ത പ്രവർത്തികൾ ഉയിർപ്പ് തിരുനാളിൽ നമ്മുടെ ആത്മീയ ഉയിർപ്പിന് കാരണമായി തീരട്ടെ.